إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ-നംൽ 65-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഖുൽ നബിയേ, താങ്കൾ പറയൂ, ലാ യഅലമു ഫിസ് സമാവാതി വൽ അർദ്. ലാ യഅലമു, അറിയുകയില്ല, മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് ആരും തന്നെ അറിയില്ല. അൽ ഗൈബ, ആ അദൃശ്യത്തെ അല്ലാഹു അല്ലാതെ ആകാശഭൂമിയിലുള്ള ആ അദൃശ്യ വർത്തമാനങ്ങളൊന്നും തന്നെ ആർക്കും അറിയാൻ കഴിയില്ല എന്ന് ഖണ്ഡിതമായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടികൾ അത് എത്ര ഉന്നതിയുള്ളവരായാലും ശരി, ഒരിക്കലും അവർക്കാർക്കും തന്നെ അങ്ങനെയുള്ള അദൃശ്യങ്ങൾ അറിയാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. അല്ലാഹ് ചില അദൃശ്യ കാര്യങ്ങൾ അവന്റെ റസൂലുമാർക്ക് അറിയിച്ചു കൊടുക്കും. അത് വഹീന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചു കൊടുക്കുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് പകർന്നു കൊടുക്കും എന്നല്ലാതെ ഒരു തരത്തിൽ അദൃശ്യ കാര്യങ്ങളും അറിയാൻ റസൂലുമാർക്കും അല്ലാഹു അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കൃത്യമായി ആയത്തിൽ നമുക്കുള്ള പഠിപ്പിച്ചു തരികയാണ്. അവർ അറിയുന്നില്ല എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്നും അവർക്കറിയില്ല. മനുഷ്യരൊക്കെയും ഒരു കാലാവധി പൂർത്തിയാകുമ്പോൾ, പൂർത്തിയാകുമ്പോൾ അവർ മരണപ്പെടും. ഐഹികമായ ദുനിയാവിൽ അവർക്ക് എല്ലാ മനുഷ്യർക്കും ഒരു അജല്, ഒരു കാലാവധി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ അവർ മരണത്തിന് കീഴൊതുങ്ങുന്നതാണ്. അങ്ങനെ അവർ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോൾ അല്ലാഹ് പറയുകയാണ്, ഒരിക്കലും അവരെപ്പോഴാണ് ആ വീണ്ടും രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ളത് ഒരിക്കലും അവർക്കാർക്കും അറിയില്ല. നോക്കൂ നിങ്ങൾ, ആ രൂപത്തിൽ മറിഞ്ഞ കാര്യങ്ങൾ ആർക്കും തന്നെ അറിയില്ല എന്ന് ഖണ്ഡിതമായി ആയത്തു നമുക്ക് വിശദീകരിച്ചു തരികയാണ്. കാരണം അത് അല്ലാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ടതാകുന്നു. അഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.